ഇതിനെല്ലാം സൗന്ദര്യം എന്ന് പറഞ്ഞൊരു മാനദണ്ഡമാണ്. ഒരു മണിയറ ഒരു പുരുഷൻ ഒരുക്കുമ്പോ എങ്ങനെ ഇരിക്കും? നമ്മൾ സൗന്ദര്യമില്ലാത്ത ഒരു കുട്ടിക്ക് കൊടുക്കുമ്പോഴേ അത് പ്രശ്നമാവുന്നുണ്ട്. അപ്പോഴാ ഒഴിവാക്കണമെങ്കിൽ എല്ലാരും വിചാരിക്കും, ഞാൻ മാത്രം വിചാരിച്ച നടക്കില്ല. അതല്ല ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. ഒരു വ്യക്തിയെ കുറിച്ച് കുറച്ച് സൗന്ദര്യമുള്ളവരും കുറച്ച് കാണാൻ ഭംഗിയുള്ളവരും മോഹിനിയാട്ടത്തിലേക്ക് വന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. അതിന് ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കൂടുതലും. അടവുകളും കാര്യങ്ങളൊക്കെ വളരെ ലൈറ്റായിട്ട് ചെയ്താൽ മതി. ഇതിന് ബോഡി മൂവ്മെന്റ്സ് ആണ് മെയിനായിട്ട്. ഉദാഹരണത്തിന് ഒരു പൂതനാമോഷം എടുക്കുമ്പോൾ കൃഷ്ണന്റെ അടുത്ത് വന്നിട്ട് കൃഷ്ണനെ കൊല്ലാനുള്ള സംവിധാനം ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങളിൽ വല്ലവർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മുലയിൽ വിഷം തേച്ചിട്ട് പാല് കൊടുത്ത് കൊല്ലുന്നതാണ് കൃഷ്ണന്റെ കഥ. ഇതിൽ ഒരു പുരുഷൻ ഈ ബ്രസ്റ്റിനകത്ത് വിഷം തേച്ചിട്ട് കൊടുക്കുന്ന ഒരു സന്ദർഭം പ്രായപൂർത്തിയായ ഒരു പയ്യൻ ചെയ്താലും, അഥവാ ഒരു സ്ത്രീ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു കുട്ടി ബ്രസ്റ്റൊക്കെ നല്ല ലെവലിൽ നിർത്തിയിട്ട് ചെയ്യുന്ന ഒരു കുട്ടി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കണ പോലെ ഓടിങ്ങിട് വന്നിട്ട് മോഹിനിയാട്ടം കളിക്കുന്നതല്ല. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. മത്സരത്തിന് ഒരു കുട്ടി 10 മിനിറ്റ് കളിക്കുന്നതല്ല മോഹിനിയാട്ടം. ഒരു വർണ്ണം അരമണിക്കൂർ 3/4 മണിക്കൂറുള്ള ഒരു വർണ്ണം മോഹിനിയാട്ടത്തിൽ ഏറ്റവും മേജർ ആയിട്ടാണ് വർണ്ണം. അതിനകത്തൊരു കുട്ടീനെ നമ്മൾ 9:50 മിനിറ്റിലാണ് കട്ടനിടുന്നത്. 10 മിനിറ്റിലാക്കി കഴിഞ്ഞാൽ കട്ടനിടും. യൂണിവേഴ്സിറ്റിക്ക് 14:50. ഇതിനകത്തൊരു കഥയോ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട് അവസാനിപ്പിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അത്രയും ഷോർട്ടാക്കിയിട്ട് ഒരു മോഹിനിയാട്ടം നമ്മൾ അവതരിപ്പിക്കുമ്പോഴേ ഈ വക സെക്സ് രൂപേണയുള്ള ഒരുപാട് ഐറ്റംസ് ആണ് മോഹിനിയാട്ടത്തിലുള്ളത്. ഒരു കുട്ടി മണിയറ ഒരുക്കുന്നു ഭർത്താവിന് വേണ്ടി, അങ്ങനെ എന്താ ഒരുപാടുണ്ട് പറയുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിനെല്ലാം സൗന്ദര്യം എന്ന് പറഞ്ഞൊരു മാനദണ്ഡമാണ്. ഒരു മണിയറ ഒരു പുരുഷൻ ഒരുക്കുമ്പോ എങ്ങനെ ഇരിക്കും? ഓരോ ലിംഗം എന്ന് പറഞ്ഞാൽ അതായത് മോഹിനിയാട്ടത്തിന് പെൺകുട്ടികളെ ചെയ്യാവുന്നുള്ളതാണ് എന്റെ ഒരു അതെന്റെ അഭിപ്രായം. അതെന്റെ അഭിപ്രായം കുട്ടിയത്. ആയിക്കോട്ടെ, നിങ്ങൾ കലാകാരിയായിട്ട് എന്നെ അംഗീകരിക്കണ്ട ഇനി. അപ്പൊ കഴിഞ്ഞില്ലേ? വേണ്ട. അയ്യോ, നമസ്കാരം. കൈരളി ചാനലിൽ നമസ്കാരം. അംഗീകരിക്കേണ്ട. ഒരു ചാനലോ ഒരു മാധ്യമ സ്ഥാപനമോ മാധ്യമ പ്രവർത്തകരല്ല മേഡം. മേഡത്തോടൊപ്പം കലാമേഖലയിൽ നിൽക്കുന്ന ആളുകൾ ഒന്നടങ്കം പറയുകയാണ് കലാകാരിയായി തുടരാൻ മേഡത്തിന് യോഗ്യതയില്ല, അർഹതയില്ല. ഒരു വിരോധമില്ല. വേണ്ട, നിങ്ങളെല്ലാരും ഒരമ്മ മക്കളാന്ന് എനിക്കറിയാലോ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ പിന്നെ നിങ്ങളെല്ലാരും ഒന്നിച്ചല്ലേ പറയുള്ളൂ. പിൻവലിക്കാൻ ഞാൻ ആരും അതിന് തേജാവധം ചെയ്തിട്ടില്ലോ. പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പുനരാലോചനയില്ല. ഒരു തേജാവധം ചെയ്തിട്ടില്ല. എനിക്ക് ഇനി പറയാനായിട്ട് ഇതുപോലെ വേദികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലുകാർ അല്ല നിങ്ങളെ പോലുള്ളവരൊന്നും വരുമല്ലോ. ചാനലുകാർ വരുമ്പോൾ എനിക്ക് പറയാനുള്ള എന്റെ 66-ാമത്തെ വയസ്സിൽ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? ഞാൻ പറയും. ഒരു മര്യാദ മാനദണ്ഡമൊന്നുമില്ല. ഞാൻ എന്റെ സ്വന്തം അഭിപ്രായത്തിന് സംസാരിച്ചു. അതിനിപ്പോ എന്തോന്നാ?